ഇന്നത്തെ തോരൻ പയറ് മെഴുക്ക് വരട്ടി. പയറ് നമ്മുടെ മുൻവശത്ത് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരുപാട് ഉയരത്തിലേക്ക് കയറിപ്പോയി. ഒരു ഉണങ്ങിയ മുള്ളാത്ത മരം അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ ഒന്നും നോക്കിയില്ല, ചുറ്റാൻ കിട്ടിയ സ്ഥലം അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് ആകാശത്തേക്ക് വലിഞ്ഞു കയറി. നമുക്കാർക്കും കൈ കൊണ്ട് പറിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പയറുകൾ അവിടെ നിന്ന് ഉണങ്ങി പോവുകയും ചെയ്തു. അച്ഛനും അമ്മയ്ക്കും അത് പറിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനും മോനും കൂടെ ഇന്ന് പയറ് പറിക്കുന്ന ദൗത്യം ഏറ്റെടുത്തു. മകനെ തോളത്ത് കയറ്റിയും പിന്നെ കുറച്ച് കഴിഞ്ഞ് പേണിയെടുത്ത് കൊണ്ടുവന്നും അച്ഛനും മക്കളും കൂടെ തകൃതിയായി പയറ് പറിക്കൽ നടത്തുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഒരു നേരത്തേക്ക് കറി വയ്ക്കാനുള്ള പയർ ഇഷ്ടം പോലെ കിട്ടി. അതിനകത്തുള്ള പയർ മൂക്കാത്തതടക്കം നമ്മുടെ മോനിങ് പറിച്ചെടുത്തിട്ടുണ്ടേ. അവൻ അത്രയൊക്കെയല്ലേ അറിയത്തുള്ളൂ. എന്തായാലും കിട്ടിയ പയറും കൊണ്ട് നമ്മൾ അടുക്കളയിലോട്ട് കൂടെ കുറച്ച് മുരിങ്ങാക്കായ് പറിച്ചു, കുറച്ച് കാന്താരി, കറിവേപ്പില, കുറച്ച് ചക്കക്കുരു എടുത്ത് ഒരു വാഴക്കൂമ്പും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം തോരൻ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ വാഴക്കൂമ്പിന് സൈഡിലാക്കി. ഈ വെളുത്ത് കാണുന്ന പയർ പൊളിച്ചെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. ശരിക്കും പക്ഷേ അത് നമുക്ക് നഷ്ടക്കച്ചവടമാണ്. പച്ചപ്പയർ ഒടിച്ചെടുക്കുവാണെങ്കിൽ അത് മുഴുവനായി നമുക്ക് കിട്ടുമല്ലേ. പൊളിക്കുമ്പോൾ അതിൻ്റെ മണി മാത്രമേ കിട്ടുന്നുള്ളൂ. അത് പക്ഷേ നല്ല രുചിയാണ്. അത് കഴിച്ചവർക്കറിയാം. അത് മാത്രം മെഴുക്കുവരട്ടി വെച്ച് കഴിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക രുചി. പിന്നെ നമ്മുടെ ഒടിയൻ പയറിനെ ചടപടാന്നും പറഞ്ഞ് ഒടിച്ചെടുത്ത് പുളിയൻ പയറിനെ പൊളിച്ചു എടുത്ത് അടുപ്പത്ത് വെച്ച് അങ്ങോട്ട് വേവിച്ച് പിന്നെ കുറച്ച് കടുകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ അങ്ങിട്ട് പൊട്ടിച്ച് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് വെതറി പിന്നെ ചക്കക്കുരു മാങ്ങിയ മുരിങ്ങാക്കോല് ചാറുകറി, തെരണ്ടി വറുത്തതും പിന്നെ നമ്മുടെ ഈ മെഴുക്കുവരട്ടിയും കൂട്ടി അടിപൊളി ഒരു ഉച്ചയൂണ്. മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് അടിപൊളി. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയേ.